ഈ പോക്കിരിയൊക്കെ ഇറങ്ങുന്ന സമയത്തേ പോക്കിരിയൊക്കെ ഇറങ്ങുന്ന സമയത്തല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഞാൻ കണ്ടിട്ട് അസിന്റെ ഒക്കെ ചെറുതായിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ വിജയുടെ കൂടെ ഭാഗ്യം ഭാഗ്യം. ഇവിടെ വരെ ആയില്ലിപ്പോ അല്ലേ? അൽഫോൺസ് ശരിക്കും ഒരു തേപ്പുകാരിയാണോ? അല്ല, ചെറുതായിട്ട് അത് കാമുകന്റെ അവസ്ഥ മനസ്സിലാക്കാതെ കാശുണ്ടാക്കാൻ പോയിട്ടല്ലേ പണി വാങ്ങിച്ചു വെച്ചത്? അല്ലേ? അല്ല അല്ല അല്ല. അതായത് സംഭവം എന്ന് വെച്ചാല് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. ഇപ്പൊ ഇതുപോലെ അനുഭവമുള്ള വേറൊരു പെൺകുട്ടിക്ക് അത് കാണുവാണെങ്കിൽ അവൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. കാരണം ഈ അൽഫോൺസ എന്ന് പറയുന്നത് പണത്തിനോട് ആർത്തിയേറെ ലാവിഷായിട്ട് പോകുന്ന ഒരു അവൾക്ക് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അവളുടെ ഫാമിലിനെ എങ്ങനെ ഒന്ന് സെറ്റിൽ ആക്കണം. അവൾക്ക് ഭയങ്കര തുച്ഛമായ ഒരു എന്താ സാലറിക്കാണ് അവള് ഒരു നഴ്സ് പണി ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേനും പിന്നെ അതുപോലെ തന്നെ തുടക്കത്തിൽ പറയുന്നത് വേറൊരു കാര്യമുണ്ട്, അവൾ എത്രമാത്രം ഫോൺ വിളിക്കുന്നുണ്ട് ഒന്ന് സംസാരിക്കാൻ, ഇതിങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ രണ്ടുപേരുടെ സൈഡിൽ നോക്കുവാണെങ്കിലും ആന്റണിക്കാണെങ്കിൽ ആന്റണിയുടേതായ കുറെ സാധനങ്ങളുണ്ട്. അതായത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട്, എന്നാലും ഞാൻ പുഷ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിക്കാൻ നോക്ക്. എന്താ പറയാ, അടി കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ അവൾക്ക് ആ ഒരു മോമ്പനിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. അത് ഭയങ്കര ഒരു അടിയായിരുന്നു. കാരണം ചെറിയൊരു ടൈമിങ്ങിന്റെ വ്യത്യാസത്തിലും നല്ലതായിട്ട് അടി കൊടുത്തു. അതുകൊണ്ട് കറക്റ്റ് ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു രണ്ടുപേരും അല്ലേ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ടീം തന്നെ നല്ല ഫസ്റ്റ് ഷോട്ട് തന്നെ ഓപ്പറേഷൻ ജാവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ഷോട്ടായിരുന്നു. അവിടെ നിന്ന് പോകുന്നു, വളയുന്നു, തിരിയുന്നു, നമ്മളായിരിക്കും അടിപൊളിയായി എന്ത് രസം കാണാനായിട്ട്. കാരണം ഫസ്റ്റ് ഷോട്ട് തന്നെ കട്ടില്ല, നേരെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു മമിത കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. വരത്തൻ എന്ന് പറയുന്ന സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫഹദിന്റെ കൂടെ ആക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് അമൽ നീരജ് സാറിന്റെ കൂടെ. ഞാൻ 10th പഠിക്കുമ്പോഴായിരുന്നു വരത്തൻ വരുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം വരത്തനാണ് പടം, അമൽ നീരജ് സാറാണെന്ന് പറഞ്ഞപ്പോഴ പഴയ മറ്റേ ബിഗ് ബി ഒക്കെയാണ് മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി. നമ്മുടെ ഷൂട്ട് മൊത്തവും വാഗമൺ ആ ഹൈ റേഞ്ചിലൊക്കെ. അപ്പൊ അവിടെ വെച്ചിട്ട് അമൽ സാറിനെ ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ആരാധനയോടെ തന്നെ കണ്ട്. അപ്പം സാറ് ആദ്യം പറഞ്ഞു ഓക്കെയാണ് മോളെ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഓക്കെ നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോ പിന്നെയാണ് ഫഹദിഖാനെ കണ്ടത്. ഫഹദിഖാനെ കണ്ടപ്പോ അത് വേറെ ഒരു കണ്ണിലൂടെ ഒക്കെ ആക്ട് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഫഹദിക്കൊക്കെ ആക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളിങ്ങനെ നോക്കി നിൽക്കും, സ്ക്രീനിന്റെ പുറകിൽ മാക്സിമം മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കും. കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നേക്കാൾ കൂടി സജഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തായിരിക്കും അങ്ങനെ എന്തെങ്കിലും തന്നുണ്ടോ ആ സമയത്ത്? കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുക, അങ്ങനെയാണ്. അപ്പം ഫഹദിക്ക പേഴ്സണലി അങ്ങനെ തന്നിട്ടില്ല, കാരണം അത്രയും കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നില്ല. പക്ഷെ സെറ്റിലുള്ളപ്പോ ആളെ കണ്ടുപിടിക്കാൻ കുറെ ഉണ്ട്. അത് ഓരോരുത്തരും അതെ. ഇപ്പം ഞാൻ പറയാം, ടോവിനോ ചേട്ടനാണെങ്കിലും അവരൊക്കെ സെറ്റില് ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും ആ ഒരു ആക്ഷൻ കട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോഴാണെങ്കിലും അത്ര നേരം സംസാരിച്ച ആളെയല്ല ക്യാമറ ആക്ഷൻ സീൻസ് ഒക്കെ വേറെ അത്ര നേരം ചിരിച്ച് കളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിരിക്കും, സ്ക്രിപ്റ്റിൽ ഇങ്ങനെ നിൽക്കും. പക്ഷെ ആക്ഷൻ പറയുമ്പോഴത്തേനും ആ ഷോട്ട്സ് ഒക്കെ എത്ര ടേക്ക് പോയി? ഇവൻ അമൽ നീരദാണെങ്കിൽ കൂടി എത്രത്തിൽ ഒപ്പിച്ചു സെറ്റാക്കി? അതിനകത്ത് അർജുൻ അശോകൻ ചേട്ടനാണെങ്കിൽ ചേട്ടനാണ് എൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്. അതിനകത്ത് അപ്പം ചേട്ടൻ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, അതും ഒറ്റ ടേക്ക് ആയിരുന്നു. അത് നന്നായിട്ട് കൊണ്ടു, അത് എനിക്കിട്ട് കൊണ്ടു സംഭവമാണ്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു കമ്പൈൻ സിനിമ അതായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് എന്ന് പറയുമ്പോ ഈ കുട്ടീനെ അടിക്കണം. ഹലോ അങ്ങനെയായിരുന്നു. ഓക്കെ നമുക്ക് പോവല്ലേ? അപ്പൊ അതിന് സാറ്
വന്ന് കാണിച്ചു തന്നു. ഇവിടുന്ന് ഇങ്ങനെ വലിച്ചടിച്ചോണ്ട് പറഞ്ഞാൽ ഒരെണ്ണം ഇവിടെ വെച്ചിട്ട് പൊട്ടിക്കണം വരുന്നു ഇതൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. ഓക്കെ അപ്പൊ പോവാം, റെഡി അല്ലേ പോവാൻ പറഞ്ഞിട്ട് ടേക്കിനാ റിഹേഴ്സൽ പോലും ഇല്ല. പോയി ഇരുന്നു, അവിടെ ഇരുന്നു. അപ്പത്തിന് ഞങ്ങള് സംസാരിച്ചിരിക്കുമ്പത്തിന് വന്ന് പിടിച്ചോണ്ട് വയ്ക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുമല്ലോ വലിച്ചടിക്കുന്നത്. പക്ഷെ ഇത് വലിച്ചോണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വലിയ. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ അത് പിടിച്ചു നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിന്ന്. അപ്പത്തേനും വന്നിട്ടൊരു അച്ചടി. അപ്പൊ ഞാൻ നിന്ന് കൊടുത്ത് അടിച്ചു വാങ്ങി. എന്നിട്ട് തലമുടിയിലൊക്കെ കണ്ട് പിടിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂട്ടാവുന്നത്. അടി കഴിഞ്ഞിട്ട് കൂട്ടായി. പിന്നെ നല്ല കൂട്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആരുടെ നായികയാകണം എന്നൊരു ആഗ്രഹമുണ്ടോ മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്ത്? എനിക്ക് ഇന്ന ആളുടെ ഇപ്പൊ ദുൽഖറിന്റെയോ അല്ലെ ഫഹദിന്റെ അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് നായിക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ വിട്ടിരിക്കുകയാണ്. അല്ല ആരുടെ കൂടെ ആക്ട് ചെയ്യണം ഒരു സ്ക്രീൻ സ്പേസ് എല്ലാവരും കൂടെ ആക്ട് ചെയ്യണം. ഓരോ പടങ്ങൾ കാണുമ്പോൾ അതിനകത്തെ ക്യാരക്ടേഴ്സിനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ നേരത്തെ ഉള്ള ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ മനസ്സിൽ കൂടി ഒരു ക്യാരക്ടറിന്റെ പേര് പറയാൻ പറ്റുമോ? ഒരുപാട് ചിലപ്പോൾ കാണുന്നുണ്ടാവും എങ്കിൽ കൂടി ഒരു റഫ് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. പക്ഷെ ഞാൻ പണ്ട് ഈ കുഞ്ഞിലെ തൊട്ട് ആദ്യമായിട്ട് ഒരു മനസ്സിൽ തട്ടിയൊരു ആക്ടർ എന്നൊക്കെ പറയുന്നത് മമ്മൂക്കയാണ്. അടിയിലൂടെ ഉടലെടുത്ത ബന്ധങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഹണിബിയിലെ ആസിഫിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് ഒരു മേജർ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചേട്ടനോടെയാണ്. ചേട്ടൻ സെറ്റിലൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഭയങ്കര കൂളല്ലേ? ഭയങ്കര കൂളാണ്. വരുമ്പത്തേനും ഹായ് ഹലോ ഹായ് കൊള്ളാം എന്നുള്ള രീതിയാണ്. അപ്പം ചേട്ടന്റെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത ആളെ പോലും ഒരു സ്മൈൽ ഉണ്ടാവും ആളുടെ മുഖത്ത് എപ്പോഴും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, നല്ല ഒരു രസമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ സോങ് ഷൂട്ട് ചെയ്തു ജില്ലം ജില്ലാല എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഭാവന ചേച്ചി ഉണ്ടായിരുന്നു, അതുപോലെ അതിനകത്തുള്ള എല്ലാ ആക്ടേഴ്സും ഉണ്ടായിരുന്നു, ബാലു ചേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ 2-3 രീതിയിൽ നമ്മൾ ആക്ടേഴ്സ് നോക്കാറുണ്ട്. സ്ക്രിപ്റ്റ് നോക്കൂ, റെമ്യൂണറേഷൻ നോക്കൂ? സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ആണോ? പറയാൻ പറ്റില്ല, ചില സമയത്തൊക്കെ നമുക്ക് ആശിന്റെ ഇല്ല അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ നമുക്കിപ്പം നിലവിൽ എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾവേസ് ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കുന്ന കുട്ടി എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളൊരു നമുക്കൊരു കഴിവുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിൽ ഓക്കെയാണ് എന്നുള്ള നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ടാരും വരുമൊന്നുമില്ല. അങ്ങനെയല്ല ഞാനും അല്ല നമുക്ക് മാന്യമായിട്ടുള്ളൊരു പ്രതിഫലം എന്തായാലും തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ നമ്മൾ ഏൺ ചെയ്യുന്നതാണ്. ഞാൻ ഒരിക്കലും ആദ്യമൊക്കെ ഇനീഷ്യലി ഞാൻ വരുമ്പോഴത്തേനും എനിക്ക് ഇന്ന പൈസ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവര് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ആദ്യമേ പറയുന്ന ലോ ബഡ്ജറ്റ് ആണ്, എനിക്ക് നിങ്ങൾക്കൊന്നും തരാനില്ല എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മള് നമ്മുടെ ഡെഡിക്കേഷൻ കണ്ടിട്ട് അവർ ഇങ്ങോട്ട് തന്നവരുണ്ട്. സി യു ഡിസേർവ് ദിസ് എന്ന് പറഞ്ഞ് തന്നവരുണ്ട്. സോ അങ്ങനെ ഏൺ ചെയ്തെടുക്കുന്നതാണ്. ബാർഗൈൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളൊരു ഇത് എമൗണ്ട് പറയും. അതുപോലെ തന്നെ കഥ കേൾക്കുന്നതാരാണ് വീട്ടില്? മമ്മിത തന്നെയാണോ അല്ലെങ്കിൽ പാരന്റ്സ് ആണോ കൂടെ ഇരുന്നിട്ടാണോ സിനിമയുടെ കഥ? ഞാൻ കേൾക്കും. പിന്നെ ഡിസിഷൻ ആരെടുക്കുന്നത്? ഡിസിഷൻ ഞാൻ തന്നെയാണ്. വീട്ടിലപ്പോ അതിന്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടോ? അതായത് ഞാൻ ഒരു കഥ കേൾക്കുകയാണെങ്കിൽ ഞാൻ പപ്പയോടും മമ്മയോടും അത് വീട്ടിൽ ചെന്നിട്ട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയാണ് കഥ, അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കില്ല, അതോ ചെയ്യാൻ ഓക്കെ ആണോ, ഡേറ്റ് കൊടുക്കട്ടെ എന്ന് ചോദിക്കത്തുള്ളൂ. പിന്നെ ഫൈനൽ ഡിസിഷൻ ഞാനും എൻ്റെ ചേട്ടനും കൂടെയാണ് തീരുമാനിക്കുന്നത്. ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ചേട്ടൻ്റെ പേര് മിഥുൻ എന്നാണ്. അപ്പൊ മിഥുൻ ചേട്ടൻ കാനഡയിൽ ആയിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഫോൺ വിളിച്ച് ചോദിക്കും. ഇപ്പൊ രാത്രിക്കൊക്കെ ആയിരിക്കും, അതിലൊന്ന് ഫുൾ മൊത്തം പറഞ്ഞു കൊടുക്കും. ഓക്കെ നിനക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ആ ഒരു വാഗ് മതി. ഓക്കെ അടിപൊളി. അപ്പൊ ഒരു ഉസ്താദ് പോലൊരു അല്ലേ? അതുപോലെ ഇപ്പോൾ നമ്മൾ കുറച്ചൊരു പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വാട്സപ്പിലേക്ക് എത്ര ഗ്രൂപ്പുകളുണ്ട് അറിയോ? വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്ര ഗ്രൂപ്പുകളുണ്ട്? എനിക്ക് ആകെ പരിചയമുള്ളതെന്ന് വെച്ചാല് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് 3 ഗ്രൂപ്പ്. ഒന്ന് ഫാമിലി ഗ്രൂപ്പ്, പിന്നെ എൻ്റെ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനുള്ള ഗ്രൂപ്പ്. ബാക്കിയൊക്കെ പങ്കെടുക്കൂ വിജയിപ്പിക്കൂ, ബാക്കി എല്ലാത്തിലും പങ്കെടുക്കൂ വിജയിപ്പിക്കൂ എന്ന മുദ്രാവാക്യവുമായിട്ട് അവിടെ ഇരിപ്പുണ്ടാവും അല്ലേ? മമ്മിത ഉണ്ട് അവിടെ. ഓക്കെ, ഒരു പോയിന്റിൽ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്വന്തം കാര്യം നോക്കിയിട്ടുണ്ട്, മറ്റേ ഓപ്പറേഷൻ ചാവ് പോലെ തന്നെ
ഒരു പോയിന്റിൽ സ്വന്തം കാര്യം നോക്കും അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ട് യെസ് ഓർ നോ മാത്രം മതി, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നോ. നോ. ഓക്കെ. വൈറലാകാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. നോ. ഓക്കെ. ഒരു കള്ളം പറഞ്ഞതിൽ ഇന്നും കുറ്റബോധമുണ്ട്. യെസ്. പോണോ അതിലോട്ട്? വേണ്ട. ഓക്കെ. ഒരുപാട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട്, ചില ഇഷ്ടങ്ങൾ. യെസ് ഓർ നോ? യെസ്. വല്ലോൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട്. യെസ്. യെസ്. വഴിയിൽ പെട്ടുപോയിട്ടുണ്ട്. യെസ്. വീട്ടിൽ നിന്ന് കാശടിച്ച് മാറ്റിയിട്ടുണ്ട്. യെസ്. ഈ സെറ്റിൽ ചിലരോട് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട്. നോ. നോ. അതുപോലെ ഏതെങ്കിലും സിനിമയിൽ കാശ് കിട്ടിയത് കുറഞ്ഞു പോയി തോന്നിയിട്ടുണ്ട്. നോ. കുഴപ്പമില്ല. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. യെസ്. ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കാരണം വെച്ചാൽ ചിലപ്പോൾ കാരണങ്ങൾ തന്നെ അതൊക്കെ പോയി അല്ലേ? അതൊക്കെ ഓക്കെ. അതുപോലെ ചില സിനിമ കാണുമ്പോൾ ആ റോൾ എനിക്ക് കിട്ടി ഞാൻ പൊളിച്ചേനെ എന്ന് തോന്നിയിരുന്നു. പൊളിച്ചേനെ ആ റോൾ ഇട്ടിരിക്കുന്നത് എനിക്ക് ഞാൻ വേറൊരു സാധനമൊക്കെ തോന്നിയിട്ടുണ്ട്.